കാനഡയിൽ പൊതുതെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണല്ലോ. ഇന്ത്യൻ സമയം 10 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലഭ്യമായി തുടങ്ങുമെന്നാണ് അറിയുന്നത്. 343 പാർലമെന്റ് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് അത് 10 വർഷമായി അധികാരത്തിൽ തുടരുന്ന ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലായിരുന്നല്ലോ. കാനഡയെ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആക്കാൻ പിന്തുണയ്ക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഐസൻ വിലയിരുത്തുക. തീർച്ചയായും വീണ, കാനഡയെ 51ാമത് സ്റ്റേറ്റ് ആക്കുക എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആശയം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും അത് അപ്പോൾ തന്നെ പ്രതികരിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു വിഷയമാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ട സമയങ്ങളിലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപും തന്നെ പലപ്പോഴും ട്രംപ് ഉന്നയിച്ചൊരു വിഷയമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന് ഇന്ന് 10 മണിയോടുകൂടി ആദ്യഘട്ട റിസൾട്ടുകൾ വരുന്നു. അതിനെ തുടർച്ചയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ട്രംപിൻ്റെ ഇത്തരമൊരു ആഹ്വാനമുണ്ടായത്. മാത്രമല്ല അത്തരം ഒരു ആഹ്വാനം അദ്ദേഹം കൃത്യമായി സമൂഹമാധ്യമക്കുറിപ്പുകളിൽ എഴുതുകയും ചെയ്തു. സമൂഹമാധ്യമക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കാനഡയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വലിയ കാറുകളും അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഈ അടുത്ത സമയങ്ങളിൽ ചില ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. 10% താരിഫാക്കി കുറയ്ക്കുന്ന ഏർപ്പാടുകളെല്ലാം തന്നെ അന്ന് കാനഡയുമായി നടന്നിരുന്നു. അത്തരത്തിൽ വലിയ തോതിൽ ഇറക്കുമതി കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ 25% അത്തരത്തിലുള്ള നികുതി ചുമത്തുന്ന അല്ലെങ്കിൽ അധിക താരിഫ് ചുമത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ 51ാമത് സ്റ്റേറ്റ് ആയാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നൊരു നിലപാട് അറിയിച്ചത്. നികുതിയില്ലാത്ത പ്രതിരോധ ചെലവ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്ന സന്തോഷകരമായൊരു ജീവിതം അവിടുത്തെ ജനങ്ങൾക്ക് സാധ്യമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാമെന്ന ഒരു നിർദ്ദേശം 51ാമത് സ്റ്റേറ്റ് ആകുമ്പോൾ സാധ്യമാക്കും എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനമാണ് നൽകിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും 28-ന് നടന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, അതായത് ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി വരാനിരിക്കുന്നു. 343 പാർലമെൻറ്റ് സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ലിബറൽ പാർട്ടിയും അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും, അതായത് 3 പ്രധാന പാർട്ടികൾ, ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടി തന്നെയാണ് ശക്തമായ സാന്നിധ്യമായുള്ളത്. തൊട്ട് താഴെ തന്നെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും മറ്റ് 2 പാർട്ടികളുമുണ്ട്. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് ഖാലിസ്ഥാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഖാലിസ്ഥാൻ വിഭാഗങ്ങളുടെ പാർട്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ജഗ്മീത് സിംഗ് നേതൃത്വം നൽകുന്ന ആ പാർട്ടി വളരെ കൃത്യമായ ചില നിലപാടുകൾ, പല കാര്യങ്ങളിലും ഒരു ഭീകരവാദ നിലപാടുകളെല്ലാം തന്നെ സ്വീകരിക്കുന്ന വലിയ വിവാദമാവുകയും അവസാനം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നൽകിയിരുന്ന പിന്തുണ, ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിക്ക് നേരത്തെ നൽകിയിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുകയും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെല്ലാമാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വരികയും അതുപോലെ തന്നെ പുതിയ മാക്കാർണിക്ക് അധികാരമേറ്റ് അപ്പോൾ 6 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ പോയത്. കാനഡയിലെ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. കാനഡ പിന്തുണ നൽകുന്ന ഖാലിസ്ഥാൻ വിഭാഗത്തിന് പിന്തുണ നൽകുന്നതിലെ ചില നയതന്ത്ര വിഷയങ്ങൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാനഡയുമായുള്ള ട്രേഡ് റിലേഷനുമായി ബന്ധപ്പെട്ട, അതായത് ഈ താരിഫ് ചുമത്തുന്നതും അത്തരത്തിലുള്ള തർക്കങ്ങളും സംബന്ധിച്ച മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാൻ വോട്ട് ചെയ്യുക എന്ന് ട്രംപ് പറയുന്ന ഒരു ആഹ്വാനം അതിന് പിന്നിൽ നിഴലായി നിലനിൽക്കുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് 10 വർഷമായി തുടരുന്ന ലിബറൽ പാർട്ടിയുടെ ഭരണത്തിൽ നിന്നും കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണുള്ളതെന്ന് ചില തെരഞ്ഞെടുപ്പ് സർവേകളൊക്കെ സൂചന നൽകിയിരുന്നുവെങ്കിൽ കൂടി ആദ്യ റിസൾട്ട്, പക്ഷേ അത് പൂർണ്ണമായും തീരുമാനിക്കുക വയ്യ. ചില ട്രെൻഡുകളെല്ലാം തന്നെ ചില സമയങ്ങളിൽ ചിലയിടങ്ങളിൽ വോട്ടെണ്ണൽ, പല വിവിധ ടൈം സോണുകളുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വോട്ടെണ്ണൽ പോലുള്ള സംവിധാനങ്ങളിലേക്ക്, നീക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലിബറൽ പാർട്ടിക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നുവെന്ന് മണിക്കൂറുകൾക്ക് മുമ്പൊക്കെ ചില നിരീക്ഷണങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇനിയും സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും 10 മണിയോടുകൂടി കാനഡ ഏത് ദിശയിലേക്ക്, അതായത് ലിബറൽ പാർട്ടിയിലേക്കാണോ കൺസർവേറ്റീവ് പാർട്ടിയിലേക്കാണോ തിരിയുക എന്ന് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. ഒരുപക്ഷേ ഒരു ഹങ് പാർലമെൻറ്റിൻ്റെ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, ജഗ്മീത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഖാലിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു സാധ്യത അവിടെ തുറക്കുകയും ചെയ്യും. അത് പഴയ രീതിയിലേക്ക് തന്നെ പോകാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുള്ള നിമിഷങ്ങൾ മണിക്കൂറുകൾക്കകം അവസാനിക്കുമെന്ന് തന്നെയാണ് കനേഡിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനാകുന്നത്. ഓക്കെ, ശരിയായി സർ.